വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ 1.5 കിലോയുടെ ചിക്കനാണ് എടുത്തേക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി നല്ല റെഡിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് സവോളയാണ്. ഈ ബിരിയാണിക്കകത്ത് നമ്മൾ ഒരു 5 സവോള എടുക്കുന്നുണ്ട്. വലിയ സവോള ആണെങ്കിൽ 4 എടുത്താൽ മതി, ചെറുത് 5. ഇതിപ്പോൾ 5 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. ഈ വറുത്തെടുക്കുമ്പം നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഇത് കോരണം. അതിനുവേണ്ടിയാണ് ഈ വറക്കുന്ന വീഡിയോ കാണിച്ചത് തന്നെ. അല്ലെങ്കിൽ ഇതിരിക്കും തോറും ഒരുപാടങ്ങ് മൂപ്പായിപ്പോവും. നമുക്ക് അത്രയും ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട സവോള. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് അപ്പോൾ ഞാൻ 5 സവോളയും ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ചതച്ച് വെച്ചേക്കുവാണ്. നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഇത്രയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. അപ്പോൾ ഈ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പൂ കറുവപ്പട്ടയൊക്കെ മുമ്പിലായിരിക്കും ഈ ബിരിയാണിയുടെ ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടിനും കൂടെ, അതായത് ചോറിനും മസാല ഉണ്ടാക്കാനും വേണ്ടിയാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. ഗ്രാമ്പൂ, കറുവപ്പട്ട, ജീരകവും, നല്ല ജീരകവും എടുത്തിട്ടുണ്ട്, പെരുംജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചാണ്. പിന്നെ ഏലക്കായ, ഇത്രയത്തിൻ്റെ കൂടെ നമ്മൾ പെപ്പറും കൂടെ ചേർത്ത് പൊടിച്ചാൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മസാലയാകും. അപ്പോൾ നമ്മുടെ ഈ ഹൈദരാബാദി ബിരിയാണിക്കകത്ത് നമ്മൾ തക്കാളി ചേർക്കത്തില്ല, അതുകൊണ്ട് തക്കാളി എടുത്തിട്ടില്ല. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ കൂട്ട്, ഇപ്പം ബിരിയാണിയുടെ മസാല 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഹൈദരാബാദി ബിരിയാണിയുടെ മസാലയാണ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ മസാല എല്ലാം കൂടെ പൊടിച്ചിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ പെപ്പറൂടെ ചേർത്ത് പൊടിച്ചാൽ നമുക്ക് ഈ ഹൈദരാബാദി മസാല കിട്ടും. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. മറ്റ് എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് തൈര്. 1 കപ്പ് തൈരോളം നമ്മളിതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനിയും വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന സവോളയുടെ ഒരു 1/4 ഭാഗവും നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് നമ്മൾ മാറ്റി വെക്കും, കാര്യം ഇതിനകത്തൊന്ന് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവോള, വറുത്ത സവോള മാത്രം ബാക്കി വെച്ചിട്ട് മൊത്തത്തിൽ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് പുതിനയിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പം മല്ലിയില മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓവർനൈറ്റ്, അതായത് ഇന്ന് രാത്രിയിൽ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ ഇത് വെച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ചിക്കൻ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോഴത്തേക്കിന് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. കറുവപ്പട്ട ഒരു 5-6 ഇതേപോണക്കത്തെ പീസ്, ഒരു ഗ്രാമ്പൂ നമുക്കൊരു 10 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ ടീസ്പൂൺ വെച്ച് പെരുംജീരകവും നല്ല ജീരകവും ഇട്ട് കൊടുക്കാം, ക്യുമിൻ സീഡും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏലക്ക ഒരു 4 എണ്ണം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് അത്രയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ 1/4 ഭാഗവും നമ്മൾ ഈ കറിക്കകത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം നമുക്ക് റൈസ് ഇടുമ്പോഴത്തേക്കിന് റൈസിൽ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് വറ്റിക്കേണ്ടി വരും, പിന്നെ ചിക്കനൊക്കെ ഓവർ കുക്കാവും. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒറ്റ വിസിൽ വേവിച്ചാൽ മതി. അല്ലെ ഇങ്ങനെ തന്നെ വേവിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ കുക്കറിൽ ഒരേ ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഒറ്റ വിസിൽ വെന്ത് കിട്ടിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഹൈദരാബാദി ബിരിയാണിക്കുള്ള മസാല കിട്ടും. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡി ആവുന്നുണ്ട്. ഒരു വിസിലാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക.
ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള അരി റെഡിയാക്കണം. 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതായത് 3/4 കിലോ ഗീ റൈസാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ മസാല വെന്തതിന് ശേഷം മാത്രമേ അരി വേവിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ അരി വെന്ത ഉടനെ തന്നെ നമുക്ക് ദം ചെയ്യണം. അല്ലെങ്കിൽ അരി നമുക്ക് ആ കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് ബിരിയാണി കിട്ടത്തില്ല. അപ്പം ഞാനിത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ഹൈദരാബാദി ബിരിയാണിക്ക് ലോങ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഗീ റൈസാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി സ്പൈസസ് കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. 3/4 വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം. എന്നാൽ മാത്രമേ ഈ ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഉപ്പ് ചോറിൽ കിട്ടത്തുള്ളൂ. ഇനി എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഈ റൈസ് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമുക്ക് ഈ റൈസ് ഊറ്റിയെടുക്കണം. അരി വേകുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം. കറക്റ്റ് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുവാണ് ചിക്കന്. നമുക്ക് അത് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവി നമുക്ക് ആവശ്യമാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് വറ്റിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വറ്റിച്ചതിന് ശേഷം മാത്രം ദം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി നമുക്ക് ഈ ബിരിയാണിക്ക് ഇപ്പം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചോറ് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ദം ചെയ്യുകയും വേണം. ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, അത് തീ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് റൈസ് ഇട്ടിട്ട് ലെയർ ചെയ്യണം. നമ്മൾ ഊറ്റുന്ന ആ സമയത്ത് തന്നെ ആ ചൂടോടെ തന്നെ വേണം നമ്മളിത് ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് 3/4 വേവാകുമ്പോൾ തന്നെ നമ്മൾ ചോറ് ഊറ്റണം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. 3 കപ്പ് ഗീ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ലോങ് ബസുമതി റൈസ് ആണെങ്കിൽ 2 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒരു ലെയർ കുറച്ചിട്ടതിന് ശേഷം, ഇതിൻ്റെ പകുതി ചോറിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഇടാം. പിന്നെ ഇച്ചിരി ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. നമ്മളിതിൻ്റെ ബിരിയാണി മസാലയുടെ നമ്മുടെ റെസിപ്പി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കംപ്ലീറ്റ് റൈസും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കലക്കുക. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് 2-3 കുങ്കുമപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യെല്ലോ കളർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിയുടെ റൈസിനൊരു യെല്ലോ കളർ കിട്ടും. പിന്നെ വേറൊരു ടേസ്റ്റും കൂടാണ് ഇതിങ്ങനെ ചെയ്താൽ. നമ്മുടെ നോർമൽ ബിരിയാണിക്കുമൊക്കെ ഞാൻ ഇതേപോലെ പാലും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. നമുക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയില, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഹൈദരാബാദി ബിരിയാണി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ബിരിയാണി നല്ല സ്റ്റീമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, വാവ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് അതിനകത്തുള്ള ആ ഒരു ചിക്കനകത്തുള്ളായിരുന്ന ആ കുറച്ച് ഗ്രേവി പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ലോങ് ബസ്മതി റൈസ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ഇതേപോലത്തെ ഗീ റൈസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്.
അപ്പോൾ ഇനി നമ്മുടെ റെസിപ്പികളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോണക്കത്തുള്ള ഈസി റെസിപ്പിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ബൈ ബൈ.